ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു ചിക്കുവിൻ്റെ വീഡിയോയുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇത് സാധാരണ ചിക്കുവല്ല, ബഡ് തൈയാണ്. നല്ല വലിയ പഴമാണ് ഇതിൽ കായ്ക്കുന്നത്. ചിക്കു, ചിലർ ചിക്കുവിനെ സപ്പോർട്ടായെന്നും വിളിക്കും. നമുക്ക് വീഡിയോ കാണാം. നമ്മൾ ഈ ചിക്കു നട്ടിട്ട് 2 വർഷമായി. ഇപ്പോഴാണ് വീഡിയോ ഇടുന്നത്. ഇപ്പോൾ നല്ല രീതിയിൽ നിറയെ കായുണ്ട്. എല്ലാവരും വീഡിയോ കണ്ട് ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഹായ്, ഞാൻ നിലവറയിൽ സിദ്ദിഖ് കിളിമാനൂരാണ്. ഇടയ്ക്ക് നമ്മൾ വീഡിയോ ഇടാൻ ഒത്തിരി വൈകി. അപ്പോൾ ഇതിൻ്റെ കുഴി 2.5 അടി താഴ്ച വേണം. 2.5 അടി താഴ്ച ഇതിൽ കുഴിയെടുത്ത ശേഷം നല്ല രീതിയിൽ നമ്മൾ സാധാരണ ഉള്ള ഇതിൽ ചപ്പ് ചവറുകളെല്ലാം കൊണ്ടുവന്ന് കരിയില അല്ലെങ്കിൽ പച്ചിലായാലും അത് ഇട്ട് നിറയ്ക്കുക. മണ്ണിൻ്റെ അമ്ലത നിലനിർത്താനായിട്ട് കൺട്രോൾ ചെയ്തു പോകാനായിട്ട് കുമ്മായ പൊടി അടിയിൽ നിന്ന് കുറച്ച് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. കുമ്മായ ഇട്ട് മണ്ണ് മിക്സ് ചെയ്ത് വെക്കുന്ന മണ്ണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നതും നല്ലതാണ്. 1 മാസമൊക്കെ കുമ്മായ ഇട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചാൽ അത് ഇതിൽ വിനിയോഗിക്കുക, അവസാനം വരെ വിനിയോഗിക്കാൻ നല്ലതാണ്. പെട്ടെന്ന് ഇടുന്നതിനെക്കാട്ടി അത് നല്ലതാണ്. അങ്ങനെയാണ് നമ്മളിതിൽ ചെയ്തിരിക്കുന്നത്. ഏകദേശം ഇത് കായ്ഫലമെത്തി വലിയ മരമായതിനു ശേഷമാണ് ഈ വീഡിയോ നമ്മൾ പുറത്ത് വിട്ടിരിക്കുന്നത്. നമ്മൾ കുഴിയെടുത്തിട്ട് അതിൽ ചാണകപ്പൊടി, കോഴിക്കാഷ്ടം വളം, ചകിരിച്ചോറ്, എല്ലുപൊടി, പിന്നെ വേപ്പം മണ്ണാക്ക്, പിന്നെ കുമ്മായപ്പൊടി എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്ത മണ്ണിട്ട് കുഴി നന്നായിട്ട് മൂടിയിട്ടിരുന്ന് ഒരു മാസം കഴിഞ്ഞ് വീണ്ടും അതിനെ ഇളക്കി ഇങ്ങോട്ട് വരട്ടെ ഇളക്കിയിട്ടേക്കണേ. മണ്ണ് ഏകദേശം നല്ല പാകപ്പെട്ടിട്ടുണ്ട്. 1 മാസമായിട്ട് എല്ലാം കൂടെ ഇട്ട് എല്ലാം കൂടെ ആയി, കമ്പോസ്റ്റും എല്ലാം കൂടെ ചേർത്ത് നല്ല ഫിറ്റായിട്ടുണ്ട് മണ്ണ്. ഇപ്പം അതിന് അനുയോജ്യമായി അതനുസരിച്ചുള്ള ഇപ്പോൾ ബനാന ചിക്കൊക്കെ ഇല്ലേ, വലിയ ബനാന ചിക്കു അതുപോലത്തുള്ളത് എല്ലാവർക്കും മേടിച്ച് വയ്ക്കാം. നമുക്കത് ഉണ്ട്, വേറൊരു സ്ഥലത്തുണ്ട്. അപ്പോൾ ഈ ചിക്കു നല്ല ടേസ്റ്റുള്ള ചിക്കു, ഇത് നമ്മൾ കഴിച്ചു നോക്കിയതുമാണ്. ഇതാണ് നമ്മുടെ ചിക്കു. വളരെ വലിപ്പമുള്ള ചിക്കുവാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇത് അവിടെ നിന്ന് നഴ്സറിയിൽ നിന്ന് നല്ല രീതിയിൽ വളർച്ച എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നികത്തിയിട്ടിരിക്കുന്ന കുഴിയിലേക്ക് വെക്കാൻ പോവുകയാണ്. ആ കുഴിയിലുള്ളത് തന്നെ വെട്ടി മാറ്റിയിട്ട് വീണ്ടും നമ്മൾ പച്ചിലയും കരിയിലേക്ക് ഇടുകയാണ്. നമ്മൾ എല്ലാവരും കൂടിയാണ് എല്ലാവരും കൂടെ ചേർന്നാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ആ ഭാഗം നല്ല വെയിലുള്ള സ്ഥലമാണ്. പാരുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ കെട്ടിമറച്ചിട്ടുണ്ട്, ഗേറ്റും ഒക്കെ ഫിറ്റ് ചെയ്ത്. ഇപ്പം നിങ്ങൾ കാണുന്ന വേറൊരു രൂപത്തിലാണ് ആ നട്ട സ്ഥലം കാണുന്നത്. നല്ല മനോഹരമാണ് ഇപ്പോൾ കാണാൻ. അത് റെഡിയാക്കിയൊക്കെ വെച്ച് എല്ലാം. ആരാധികേ മഞ്ഞുതീരും വഴിയരികെ നാളേറെയാ കാത്തുനിന്നു മിഴി നിറയെ നീ എങ്ങു പോകിലും അകലിക്കുമായിലും എന്നാശകൾ തൻ മൺതോണിയുമായി തുഴഞ്ഞരികെ ഞാൻ വരാം. എൻ്റെ നെഞ്ചാകെ നീയല്ലേ, എൻ്റെ ഉന്മാദം നീയല്ലേ, നിന്നെ അറിയാനുള്ളു നിറയാൻ ഒഴുകി ഞാൻ ഇന്നുമെന്നും ഒരു പുഴയായി
നട്ട് 4 മാസം കഴിഞ്ഞപ്പോൾ തന്നെ കാച്ചു തുടങ്ങി. ഒരു ശരാശരി ആപ്പിളിൻ്റെ അത്രയും വരുന്നുണ്ട് ഇപ്പോൾ. ഇതിനേക്കാളും ഇനി വലുതാവും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് മുഖ്യം. ഇനി അടുത്തൊരു വീഡിയോയുമായി വരാം. ബൈ.